ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ്. ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഗാർഡൻ ഏരിയയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഓരോ മൂലയിലിരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ലക്ഷ്മിയും സാബുമാനും ഇരുന്ന് ആ ഒരു മെയിൻ എൻട്രൻസ് ഗേറ്റിന്റെ പടിയിൽ ഇരുന്നിട്ട് അനീഷിനെ പറ്റിയും ഷാനവാസിനെ പറ്റിയും അനുമോളെ പറ്റിയും പിന്നെ ഗ്രൂപ്പുകളെ പറ്റിയും ഒക്കെ പറയുന്നത് ഇതാണ്, ഗ്രൂപ്പുകളെല്ലാം ഡിസ്പേഴ്സ് ആയി പോയി. നമ്മൾ വന്നപ്പോൾ എന്തുവായിരുന്നു ഇവിടെ? ഗുണ്ടായിസം, ഗുണ്ടാവിളയാട്ടം എല്ലാം ഡിസ്പേഴ്സ് ആയി പോയി. എല്ലാം നമ്മൾ പൊളിച്ചു, പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. പിന്നെ സാബുമാൻ പറയുന്നുണ്ട്, അത് ശരിയാ ഇപ്പോഴാ ഗെയിം ഒന്ന് രസമായതെന്ന്. ഗെയിം രസമായാൽ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ കളിക്കണം. ഗെയിം രസമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, അനീഷിനെയും ഷാനവാസിനെയും തമ്മിൽ തെറ്റിക്കാൻ എളുപ്പമാണ്. കാരണം അനീഷ് സത്യസന്ധനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഷാനവാസ് പ്രിട്ടൻസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. വേറെ രീതിയിൽ ഉള്ളിൽ ഒന്നാണ്, പുറത്ത് കാണിക്കുന്ന വേറൊന്നാണ്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ തെറ്റിക്കാൻ നല്ലതാണെന്ന്, എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സാബുമാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുത്തെ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ്, ആദിലാനൂറ ഒരു ഗ്രൂപ്പ്, ആദിലാനൂറ അനുമോള് വേറൊരു ഗ്രൂപ്പ്, പിന്നെ വേറൊരു ഗ്രൂപ്പ് നമുക്കറിയാലോ, അക്ബർ, ബിന്നി, ആര്യൻ. അത് ഓൾറെഡി തുടക്കം പോലുള്ള ആ ഒരു ഗ്രൂപ്പിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഇങ്ങനൊരു കാര്യം ലക്ഷ്മി പറയുന്നുണ്ട്, സത്യസന്ധനായിട്ട് കളിക്കുന്ന ഒരാളാണ് അനീഷ്, ഷാനവാസ് നേരെ വിപരീതമായിട്ട് കളിക്കുന്ന ഒരാളാണെന്നുള്ളൊരു കാര്യം ലക്ഷ്മി ഓപ്പൺ ആയിട്ട് അങ്ങ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.